യോഗി ആദിത്യനാഥിന്റെ നാട്ടിൽ കണ്ണിൽ ചോരയില്ലാത്ത കുറ്റവാളികൾക്ക് ഒരു മറുപടി മാത്രമേ ഉള്ളൂ: മരണം. ഗാസിയാബാദിൽ 17-കാരനായ സൂര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി ആസാദിനെ പോലീസ് എൻകൗണ്ടറിലൂടെ വകവരുത്തിയിരിക്കുകയാണ്. ഗാസിയാബാദിലെ ഖോഡ, ഇന്ദിരാപുരം പോലീസ് സ്റ്റേഷനുകൾ സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത്. DCP ധവാൽ ജയ്സ്വാളിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൃത്യമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി ഒളിച്ചിരിക്കുന്ന സ്ഥലം വളഞ്ഞു. കീഴടങ്ങാൻ വിസമ്മതിക്കുകയും പോലീസിന് നേരെ വെടിയുതിർത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്ത ആസാദിനെ പോലീസ് തിരികെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. ഈ ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് കോൺസ്റ്റബിളിന് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നില തൃപ്തികരമാണ്. മെയ് 28-ന് ഉച്ചതിരിഞ്ഞ് ഏകദേശം 3:30-നാണ് നാടിനെ നടുക്കിയ ഈ കൊലപാതകം നടന്നത്. ബക്രീദ് ദിനത്തിൽ അർഷാദ് എന്ന യുവാവാണ് സൂര്യയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത്. മൃഗങ്ങളെ അറുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള സംസാരത്തിലേക്ക് സൂര്യയെ വലിച്ചിഴക്കുകയും തുടർന്ന് അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. വിവരമറിഞ്ഞ ഉടൻ തന്നെ ഇന്ദിരാപുരം ACP അഭിഷേക് ശ്രീവാസ്തവയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആടിനെ എങ്ങനെയാണ് അറുക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഹിന്ദുവായിട്ടുള്ള സൂര്യയെ തന്ത്രപരമായി വിളിച്ചുകൊണ്ടുപോയതെന്ന് സൂര്യയുടെ അമ്മായി സുനിത ആരോപിച്ചിരുന്നു. ആദ്യം ആടിനെ ബലി കൊടുത്തു, പിന്നീട് മനുഷ്യനെ ബലി കൊടുക്കാനാണ് അവർ ശ്രമിച്ചതെന്നും കുടുംബം പറയുന്നു. കൃത്യം നടന്ന 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ സൂര്യയുടെ അമ്മയും കുടുംബവും വലിയ വേദനയും പ്രതിഷേധവും ഒക്കെ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിലൂടെ UP പോലീസ് നടത്തിയ ഈ എൻകൗണ്ടർ സംസ്ഥാനത്ത് ക്രമസമാധാനത്തിന് തന്നെയാണ് എക്കാലവും മുഖ്യ പരിഗണന എന്ന യോഗി സർക്കാരിന്റെ ശക്തമായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത്. മുഖ്യപ്രതി കൊല്ലപ്പെട്ടതോടെ അവശേഷിക്കുന്ന കൂട്ടപ്രതികൾക്കെതിരെയും സമാനമായിട്ടുള്ള കർശന നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സൂര്യയുടെ കുടുംബം. എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും UPയിൽ ഇനി ഒളിക്കാൻ ഇടമില്ല എന്ന് തന്നെയാണ് ഈ സംഭവം വീണ്ടും തെളിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ക്യാമറ.